എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ട്രിപ്പ് പോകണം. ഓക്കെ, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ എന്താ പാക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. സോ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ സംഭവങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്, ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. സോ നമ്മൾ സമയം വന്നിട്ട് ഇത്രയും സമയം 11:45 അപ്പം നമ്മൾ 1 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. നമുക്ക് എന്താ കൊച്ചിയിലേക്ക് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ട്രെയിനിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പം 1 മണിക്ക് ഇറങ്ങണം. ആൻഡ് രാത്രിയാണ് നമ്മൾ ഫ്ലൈറ്റ്, 12 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഷടപടയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത്ര 12 മണിയില്ലേ, നമുക്കിനി ഫുഡ് കഴിക്കാനുണ്ട്. ജസ്റ്റ് എല്ലാം ഒന്നും കൂടെ എല്ലാം ഓക്കെ അല്ലേ നോക്കിയിട്ട് നമ്മളിവിടുന്ന് ഷടപടയെന്നിട്ട് ഇറങ്ങും. എന്നിട്ട് നമ്മൾ ട്രെയിനിൽ നിന്ന് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ അപ്പം നമുക്കിനി ഓരോന്നും കാണാം. നമ്മൾ ഈ സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ക്രോസ് ചെയ്യണം. നമ്മുടെ പ്ലാറ്റ്ഫോം വന്നിട്ട് അപ്പുറത്താണ്. അപ്പം നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്യണം. ഭയങ്കര വെയിൽ, ഭയങ്കര ചൂടൊക്കെയാണ് ഗൈസ്. അപ്പം പകുതി ഒന്നുകി പാവം രണ്ടും കൂടെ പിടിക്കട്ടോ. രക്ഷിക്കുന്നേ ഞാനും വൈട്ടോ. ഗൈസ് നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 1:20. അപ്പം നമ്മളെ ട്രെയിൻ വന്നിട്ട് ട്രെയിന് 2:15. അപ്പം അതുവരെ നമ്മളിവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കാൻ പോവാണ്. കാരണം നേരത്തെ വന്നതാണ്. എന്തെങ്കിലും കാരണത്താൽ ലേറ്റ് ആയാലോ വിചാരിച്ചിട്ട് നേരത്തെ ഇറങ്ങി. ലാസ്റ്റ് ടൈം നമ്മളിങ്ങനെ തന്നെ കേട്ടോ. അതാകുമ്പോൾ നമുക്ക് സേഫ് ആണല്ലോ. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നൊന്നും അറിയില്ല, ഇവിടെ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് സംസാരിക്കുന്ന അറിയില്ല. അപ്പം ഏതാണ്ട് 1 മണിക്കൂറുണ്ട്. പക്ഷേ എന്താണ്, എക്സൈറ്റഡ് ആണോ? അത്യാവശ്യം എക്സൈറ്റഡ് ആണ്. അത്യാവശ്യമുള്ളൂ. അങ്ങനെയല്ല, ഇനി കൂടി വരുമല്ലോ, ഓരോ ദിവസം കൂടുന്നോറും. നമ്മളെ മാത്രം വന്നില്ല. അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ, ഡേറ്റ്സ്, പിന്നെന്താ അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ട്രെയിനിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബേസിക്കായിട്ട് നമുക്ക് വിശപ്പൊന്നും ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ലേസും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല. കാരണം പണി കിട്ടുമല്ലോ ലേക്കും. അതുകൊണ്ട് ഭയങ്കര നല്ല നല്ല സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ട്രെയിനിൽ കഴിക്കാൻ വേണ്ടി എടുത്തത്. പിന്നെന്താ, നമ്മളെ രണ്ട് ട്രോളീസ് ഇത് സെയിം പിങ്ക് റിബൺ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയില്ലേ. നമ്മുടെ കാര്യങ്ങളൊക്കെ ഐറ്റിനറിയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. മിസ്റ്റർ ഡോക്ടർ ഇടത് എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. നമ്മൾ എന്താ രണ്ടുപേരും 6 ലീവ് എടുത്ത്. 6 ലീവ് അല്ല, ഞാൻ 5 ലീവ്, 6 ലീവ്. ഞാന് നമ്മൾ റിട്ടേൺ എത്തൂല്ലേ അന്ന് രാവിലെ തന്നെ വർക്കിന്. ഞാൻ അന്നും ലീവാണ്. ഇത് നടക്കല. സോ അങ്ങനെ നമ്മൾ വെക്കേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ തന്നെ ഉള്ളൂ. നമ്മൾ ഫുഡില്ലേ, കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ടല്ലേ. ചോറ് കഴിക്കാനൊന്നും വിശക്കുന്നില്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് ചോറ് കഴിച്ചുള്ളൂ. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ ട്രെയിനിലിരിക്കുമ്പോഴേക്കും വിശക്കുക. നമുക്ക് എയർപോർട്ട് ലോഞ്ച് ഉണ്ട് കൊച്ചിയിൽ. നമ്മൾ ലോഞ്ച് എടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് കഴിക്കാം. പിന്നെ നമ്മൾ അവിടെ എത്തുമ്പം, അതായത് എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോവുക.
എന്നിട്ട് നമ്മൾ ലോഞ്ചിൽ നിന്ന് കഴിക്കുക. കാരണം ലോഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടല്ലേ കഴിക്കുക. സോ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് അല്ലേ. നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. എയർപോർട്ടിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് അവിടെ നിൽക്കുകയാണ്. ഇനി നമ്മൾ ലോഞ്ചിലേക്ക് പോവുകയാണ്. സോ നമ്മൾ നെക്സ്റ്റ് പരിപാടി അതാണ്. ഒരു ബിരിയാണി റൈസ് മാത്രമേ ഉള്ളൂ അല്ലേ? സ്റ്റാർട്ടിങ് പൊളി. ഹായ് ഗൈസ്. ഈ വീഡിയോയിൽ മൊത്തം ചക്ക ഉണ്ടാവുള്ളൂ. നമ്മുടെ എയർപോർട്ടിലെത്തി. ഇനി നമ്മൾ ലഗേജും പിന്നെന്താ ബാക്കി പ്രൊസീജിയറും ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ മലേഷ്യ.
ഇതൊക്കെ പോവാനിവിടെ ഇത്ര ഫാസ്റ്റ് നമുക്ക് കിട്ടില്ലല്ലോ. സന്തോഷം. ഹലോ ഗായ്സ്, അപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളിവിടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ ഷെഡവിടെ നിന്നിട്ട് റെഡി ആവണം. നമ്മളിപ്പോൾ സമയം വന്നിട്ട് 11:30 ആവാനായിട്ടുണ്ടാവും. അപ്പം ഇനി നമുക്ക് ഫ്രഷ് ആവണം, റെഡിയായി വേറെ ഡ്രസ്സൊക്കെ മാറ്റി 1:30 ആകുമ്പോൾ നമുക്ക് ലഞ്ചും കഴിച്ചിട്ട് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുക. സോ ഇന്ന് നമുക്ക് സിറ്റി ടൂറാണ്. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് റെഡിയാണ്. ഹോം ടൂറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് നമുക്കിതിങ്ങനെ ഇവിടെ ഒരു കോളേജ് ഉണ്ട്. എൻ്റെ ഒരു ബെർജായ് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മൾ ഇവിടുത്തെ വ്യൂ. ഇവിടെ മെട്രോ ഒക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. സോ ഞാൻ കുറച്ച് ഡീറ്റെയിൽ കാണിച്ചു തരാം അതൊക്കെ. അപ്പം ഞാൻ ജസ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഷെഡവഴയിൽ നിന്ന് പറഞ്ഞിട്ട് റെഡി ആവാൻ പോവാണ്, ഒന്ന് ഫ്രഷ് ആയിട്ട്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. സോ നമ്മളിനി പെട്ടെന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. ഞാനിതിന് ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചക്കങ്ങൾ അങ്ങനെ നമ്മൾ ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സോ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്ന ലൊക്കേഷൻ വന്നിട്ട് കിങ്സ് പാലസ് ആണ്. സോ ഇവിടെ നമ്മൾ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോസ് ഒക്കെ എടുത്തു. നമുക്കൊരു 20 മിനിറ്റ് ഇതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എടുത്തു. നല്ല വെയിലുണ്ട്, നമ്മളെ നാട്ടിലുള്ള അതേ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണ്. സോ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുക. നമ്മളെ കയ്യിലല്ലേ, പക്ഷെ അവരൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, നമ്മളെ ഒരു ബെർജയ യൂണിവേഴ്സിറ്റി കോളേജ്. ഈ ഒരു കോളേജ് ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും തിരിയുന്നുണ്ടല്ലോ, പക്ഷെ ഇവിടെ ഫുൾ ബിൽഡിങ്സും കാര്യങ്ങളും. പിന്നെ ഇവിടെ മെട്രോ ഉണ്ട്. നല്ല രസമാട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ വേണ്ടി. ഞങ്ങൾ ഇത്ര നേരം ഇവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ച് വിൻഡോ സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ട് നല്ല രസമാണ്. ഇവിടെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ് തന്നെയാണ് കേട്ടോ. സോ ഇതാണ് ബിൽഡിങ്. നന്നില്ല കണ്ടിട്ട്. X-Men. X-Men with
chocolate. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് കുറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ നോക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ്. അപ്പം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിനി കറക്റ്റ് നമുക്കൊരു ചോക്ലേറ്റ് ഷോപ്പിലേക്ക് പോയിട്ട് നമ്മൾ എന്തായാലും അവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ട്രൈ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഇവിടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ വന്നിട്ടുണ്ട്. നമ്മൾ കേബിൾ കാറിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പം നമ്മൾ ഇനിയിപ്പം നമ്മൾ ഡയറക്റ്റ് ഇവിടുന്ന്, അതായത് ഈ കേബിൾ കാർ എത്തിക്കാൻ പോകുന്ന ഇതെന്ന് വെച്ചാൽ ജെൻറ്റിങ് സ്കൈ വേൾഡ് മോളാണ്. ഒരു വലിയ മോളാണ്. അവിടത്തേക്കാണ് ഈ ഒരു കേബിൾ കാർ നമ്മൾ എത്തിക്കുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഷോപ്പിംഗ് ചെയ്യേണ്ടവർക്ക് ഷോപ്പിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ചുമ്മാ എക്സ്പ്ലോർ ചെയ്യുക. ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. കാസിനോ ഒക്കെ നമുക്ക് പോകുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാർ അവിടെ കാസിനോയിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ കാണാം. ഇപ്പം ജസ്റ്റ് കണ്ടിട്ടുള്ള ആ ഒരു എസ്കലേറ്റർ പോകുന്ന ആ ഒരു സ്ഥലം കാസിനോ ആണ്. അപ്പം അവിടെ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ വരെയുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ജെൻറ്റിങ് സ്കൈ വേൾഡ് മോള്. അപ്പം ഇവിടെ നിന്ന് നമുക്കിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഈ ഒരു റൈഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട്. പിന്നെ നമുക്ക് ഷോപ്പിങ്ങിന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ 7-Eleven ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ 4 ഫ്ലോറൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ഫ്ലോറിൽ തന്നെ കുറേ സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തിരിച്ച് നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മളിനി ബട്ടു കേവ്സിലാട്ടോ പോകുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് ഈ ഒരു ബട്ടു കേവ്സ് ആണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 272 സ്റ്റെപ്സ് നമ്മൾ കവർ ചെയ്തിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇത്രയും സ്റ്റെപ്സ് കവർ ചെയ്ത് നമ്മളിവിടെ എത്തിയിട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നാച്ചുറലി ക്രിയേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ അത് ഗ്രാജുവലി ടെമ്പിളായിട്ട് മാറ്റിയതാട്ടോ. സോ നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബട്ടു കേവ്സ് പോയിട്ട് ഇപ്പോൾ തിരിച്ച് ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ടയേർഡായിരുന്നു. നമ്മൾ ടോട്ടൽ ഒരു 270 സ്റ്റെപ്പ് ഞങ്ങൾ കയറി. അത്യാവശ്യം ടയേർഡായി. നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു പ്ലേസ് വന്നിട്ട് കറക്റ്റ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതിൻ്റെ ഒരു സെൻട്രലായിട്ടാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫുഡ് സ്ട്രീറ്റ്, മസാജിങ് സെൻറ്റർ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ബാറ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും വരുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളിത് അങ്ങോട്ടേക്ക് പോവാണ്. നമ്മൾ ഷോപ്പിങ്ങിന് പോയി. അതായത് നമ്മൾ ബാഗ്, വാച്ച്, അങ്ങനെ ചോക്ലേറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചൂടുണ്ട് തോന്നുന്നല്ലേ. ആസ് യൂഷ്വൽ എല്ലാ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ്, വെറൈറ്റി ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ നമ്മളങ്ങനെ അവിടുത്തെ ഒരുമാതിരിപ്പെട്ട ഈ ഒക്ടോബസ് നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ. പുളിക്കൂല.
ശരിക്കും പറഞ്ഞാൽ എനിക്ക് മര്യാദയ്ക്ക് ഒരുപാട് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം എൻജോയ് ചെയ്യുന്ന തിരക്കിൽ. അപ്പോൾ ഞാൻ ബാക്കി വീഡിയോസൊക്കെ വേറെ വ്ളോഗായിട്ട് ഇടാം. സോ അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.